ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ഒരുക്ക ധ്യാനത്തിൻ്റെ 22-ാം ദിവസത്തേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. ഈശോയെ കാത്തിരിക്കുന്ന, ഈശോ അന്വേഷിക്കുന്ന നമുക്ക് ഒരു നല്ല മാതൃകയാണ് പൗരസ്ത്യദേശത്തു നിന്ന് ഈശോയെ അന്വേഷിച്ച് വന്ന ജ്ഞാനികളുടെ ജീവിത മാതൃക. ഈ 3 രാജാക്കന്മാർ വിശുദ്ധ ഗ്രന്ഥം അവരെ വിശേഷിപ്പിക്കുന്നത് ജ്ഞാനികൾ എന്നാണ്. ജ്ഞാനികളുടെ സന്ദർശനം എന്നാണ് ഈ വിവരണത്തിൻ്റെ തലക്കെട്ടായി വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. ജ്ഞാനികളുടെ സന്ദർശനം. ആരാണ് ജ്ഞാനി? ഇന്നത്തെ ഒരു ഫാഷൻ ദൈവമില്ല എന്ന് പറയുന്നതാണ്. അറിവുള്ളവനും കഴിവുള്ളവനും മിടുക്കനും ആണ് താനെന്ന് കാണിക്കാൻ ചിലത് പറയും ദൈവമില്ല. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് മറിച്ചാണ്. ദൈവമില്ല എന്ന് ഭോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു. 53-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യമാണിത്. ദൈവത്തെ തേടാത്തവർ, ദൈവത്തെക്കൊണ്ട് ആവശ്യമില്ല എന്ന് തോന്നുന്നവർ, ദൈവമില്ലെന്ന് പോലും പറയാൻ മടിയില്ലാത്തവർ വാസ്തവത്തിൽ മരമണ്ടന്മാരാണ്, ഭോഷന്മാരാണെന്നാണ് ദൈവവചനം പറയുന്നത്. നേരെ മറിച്ച് ജ്ഞാനികൾ ആരാണെന്നും അതേ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 53-ാം സങ്കീർത്തനം 2-ാം വാക്യം. ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് ദൈവം ആരായുന്നു. ഉണ്ണിയേശുവിനെ ബെത്ലഹേമിലെ തൊഴുത്തിൽ ചെന്ന് കണ്ട് ആരാധിച്ച ആ രാജാക്കന്മാർ, പൗരസ്ത്യ രാജാക്കന്മാർ, അവർ ജ്ഞാനികളാണെന്ന് അവർ തന്നെ തെളിയിച്ചു. അവരുടെ ജീവിതം മുഴുവനും സത്യദൈവത്തെ അന്വേഷിക്കലായി മാറി. അവരുടെ ജീവിതം സഫലമായത് യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തിയപ്പോഴാണ്. അതുകൊണ്ടാണ് അവർ രാജകൊട്ടാരത്തിൽ പിന്നെ മടങ്ങുന്ന ചിന്തിക്കുക പോലും ചെയ്തില്ല. അവരുടെ ജീവിതം സാക്ഷാത്കരിക്കപ്പെട്ടു. യഥാർത്ഥ ദൈവത്തെ ബെത്ലഹേമിലെ തൊഴുത്തിൽ അവർ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. സുഭാഷിതങ്ങൾ പുസ്തകം 9-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ്. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. അറിവിൻ്റെ പേരിൽ, ബുദ്ധിയുടെ പേരിൽ, കഴിവിൻ്റെ പേരിൽ ദൈവത്തെ മാറ്റി നിർത്തുന്നവരും ദൈവത്തോട് പ്രാർത്ഥിക്കാത്തവരും ദൈവമില്ലെന്ന് പോലും പറയാൻ മടിയില്ലാത്തവരുമായവർ വാസ്തവത്തിൽ തിരിച്ചറിയേണ്ടത് അവർ ഭോഷന്മാരാണ് എന്ന് തന്നെയാണ്. യഥാർത്ഥ അറിവ് ദൈവത്തെ ഭയപ്പെടുന്നതും ദൈവത്തെ തേടി കണ്ടെത്തുന്നതുമാണ്. ഈ വേദപുസ്തകത്തിലെ ജ്ഞാനികളെപ്പറ്റി നമ്മൾ അവരുടെ സന്ദർശനം യേശുവിൻ്റെ ജനനത്തിൻ്റെ കൃത്യം 12-ാം ദിവസമാണ് നമ്മളൊരു തിരുനാളായിട്ട് ആഘോഷിക്കുന്നത്. 25-ാം തീയതി യേശുവിൻ്റെ ജനനം നമ്മൾ ആഘോഷിച്ച ശേഷം ജനുവരി 6-ാം തീയതി ജ്ഞാനികളുടെ സന്ദർശനവും നമ്മൾ ഒരു തിരുനാളായിട്ട് ആഘോഷിക്കുന്നു. പക്ഷേ കൃത്യം 12 ദിവസം അതിന് പ്രതീകം മാത്രമാണ്. ഈ ജ്ഞാനികളെ പറ്റിയുള്ള അന്വേഷണത്തിൽ നമ്മൾ എത്തുന്നത് അനേകം മാസങ്ങൾ യാത്ര ചെയ്താണ് അവർ കാലിത്തൊഴുത്തിൽ ബെത്ലഹേമിൽ എത്തിയതെന്നാണ്.
പൗരസ്ത്യ ദേശത്തു നിന്ന് വരുന്ന അവർക്ക് ഇന്നത്തേതുപോലുള്ള യാത്രാ സൗകര്യങ്ങളില്ല, റോഡ് മാപ്പില്ല, എവിടെയാണ് എന്ന് കൃത്യമായ അറിവുമില്ല. ഒരുപാട് ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രം തരുന്ന ഒരു സൂചന മാത്രം. അവരുടെ ഈ യാത്ര നിശ്ചയമായ ദുർഘടം നിറഞ്ഞതായിരുന്നു. മരണകരമായ അപകടങ്ങൾ ഒളിയിരിക്കുന്ന വഴികളിലൂടെ തീർച്ചയായിട്ടും കടന്നു പോരേണ്ടി വന്നു. പക്ഷേ ജ്ഞാനികളായവർക്ക്, ജ്ഞാനികളുടെ ലക്ഷണം എന്താ? ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമാണ്. ദൈവവുമായി കണ്ടുമുട്ടാനുള്ള വിശപ്പും ദാഹവുമാണ് യഥാർത്ഥ ജ്ഞാനിയുടെ ലക്ഷണം. ഇവർ യഥാർത്ഥ ജ്ഞാനികളായിരുന്നു. അതുകൊണ്ട് ഇവരുടെ ജീവിതം മുഴുവനും സത്യദൈവത്തെ കണ്ടെത്താനുള്ള അന്വേഷണമായിരുന്നു. അതുകൊണ്ടാണ് ഇവർക്ക് നക്ഷത്രം തിരിച്ചറിയാൻ പോലും പറ്റിയത്. അവരെപ്പോലെ എത്രയോ നക്ഷത്ര ശാസ്ത്രജ്ഞന്മാർ ലോകത്തിലുണ്ടായിരുന്നു. അവർക്കാർക്കും ഈ നക്ഷത്രം കണ്ടിട്ട് പുത്രനായ ദൈവത്തിൻ്റെ ജനനനക്ഷത്രമാണെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. എന്നാൽ ഈ 3 ജ്ഞാനികൾ ആ നക്ഷത്രം തിരിച്ചറിയുകയും ആ നക്ഷത്രം നൽകിയ സൂചന അനുസരിച്ച് പുത്രനായ യേശുക്രിസ്തുവിനെ കണ്ടെത്തുവാൻ അവരുടെ ജീവിതം മുഴുവനും ചെലവഴിച്ചുകൊണ്ടുള്ള യാത്ര അവർ നടത്തി. ക്രിസ്മസിന് ഒരുങ്ങുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണ്ടുതോറും പതിവായി നടത്തുന്ന ഒരു ആചാരമോ ഒരനുഷ്ഠാനമോ ഒരാഘോഷമോ ആയി തീർന്നാൽ ക്രിസ്മസിന് ഒരു പുതുമയില്ല. നേരെ മറിച്ച് യേശുക്രിസ്തുവിനെ കണ്ടെത്തുക എന്നത് എന്നും പുതുമയുള്ള കാര്യമാണ്. വിശുദ്ധ പറയുന്ന പോലെ കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. എത്ര തവണ ക്രിസ്തുവിനെ കണ്ടെത്തിയാലും ഒരു വ്യക്തിക്ക് വീണ്ടും 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 കൂടുതലായി ക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ യേശുക്രിസ്തുവിനെ കണ്ടെത്താനുള്ള ഒരു ത്വര, ഒരു അഭിനിവേശം, അടങ്ങാത്തൊരു ദാഹം ദൈവം നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അതാണ് ജ്ഞാനം. നമ്മൾ ജ്ഞാനികളാണെന്ന് തെളിയിക്കുന്നത് എങ്ങനെയാണ്? യേശുവിനെ കണ്ടെത്തുവോളം അവിടുത്തെ അന്വേഷിക്കുന്നതിലാണ്. അവിടുത്തെ സ്വന്തമാക്കുന്നിടത്തോളം അവിടത്തേക്ക് വേണ്ടി അലയുന്നതിലാണ്, അവിടത്തേക്ക് വേണ്ടി ഓടുന്നതിലാണ്, അന്വേഷിക്കുന്നതിലാണ്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളറകളിൽ നടക്കുന്ന ഒരു സ്വർഗീയ പ്രവൃത്തിയാണ്. നമ്മുടെ ആത്മാവ് കർത്താവായ യേശുവിനെ കണ്ടെത്തുന്നതുവരെ അത് അസ്വസ്ഥമാണ്. ഈ അസ്വസ്ഥത ഈ ജ്ഞാനികൾക്ക് നന്നായിട്ട് അനുഭവപ്പെട്ടതുകൊണ്ട് തന്നെയാണ് വലിയ സാഹസികത നിറഞ്ഞ, മരണം പോലും ഇടയ്ക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു യാത്ര അവർ തിരഞ്ഞെടുത്തതും ഇടയ്ക്കുള്ള തടസ്സങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് അത് പൂർത്തിയാക്കി മിശിഹായെ കണ്ടെത്തിയതും. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കണ്ടെത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന എന്താണ്? നമ്മുടെ സ്വാർത്ഥതയാണ്, നമ്മുടെ സുഖലോലുപതയാണ്, നമ്മുടെ ലോക അരൂപിയാണ്. ഈ ലോക വസ്തുക്കളോടും വ്യക്തികളോടും മറ്റുമൊക്കെയുള്ള അമിതമായ ബന്ധവും താല്പര്യവുമാണ്. ഇതെല്ലാം ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ ജ്ഞാനികളെപ്പോലെ കർത്താവിനെ ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയാക്കി ജീവിതം മാറ്റാൻ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഈ ലോകത്ത് നേടിയെടുക്കുന്നതാണ് ജീവിത ലക്ഷ്യമെന്ന് കരുതിയിരിക്കുന്നവർ വലിയ ഭോഷന്മാർ തന്നെ. ജീവിതം മുഴുവനും ഉപയോഗിക്കേണ്ടത് ക്രിസ്തുവിനെ കണ്ടെത്താൻ വേണ്ടിയായിരിക്കണം. യേശുവിങ്കലേക്കുള്ള ഒരു യാത്രയാണ്, തുടർച്ചയായൊരു യാത്രയാണ് നമ്മുടെ ഐഹിക ജീവിതം. എന്നാൽ ക്രിസ്മസ് ഒരു പ്രത്യേക സംഭവത്തിൽ ഒതുക്കാവുന്നതല്ല.
ജീവിതം മുഴുവനും ക്രിസ്തുവിനെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു യാത്രയാക്കി നമുക്ക് ഈ ക്രൈസ്തവ ജീവിതത്തെ കാണാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ ദൈവകൃപയും അനുഗ്രഹവും നേരുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മരിയ. ഞാൻ എബാഡ് 58 കൂടിയത്. എബാഡ് യുവജനധ്യാനത്തെക്കുറിച്ച് അറിഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. ഞാൻ +2 പഠനം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എബാഡിലേക്ക് കടന്നു വരുന്നത്. എബാഡിന് മുന്നേ പള്ളിയിലൊക്കെ പോകുമായിരുന്നു, പക്ഷേ അതൊരു ചടങ്ങായിട്ട് കണ്ട് കുർബാനയ്ക്കൊക്കെ പോയിട്ട് വരുമായിരുന്നു. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം എത്രമാത്രം ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ എബാഡിലൂടെയാണ് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യവും കുമ്പസാരത്തെക്കുറിച്ചൊക്കെ കൂടുതൽ ബോധ്യം കിട്ടിയത്. അങ്ങനെ എബായിഡ് കൂടി അതിനുശേഷം പ്രേക്ഷിതവേല ചെയ്തു. പ്രേക്ഷിതവേല ചെയ്യുന്ന സമയത്താണ് ഇച്ചിരി കൂടെ കൂടുതലായിട്ട് ഈശോയുമായുള്ള വ്യക്തിപരമായ ബന്ധം എനിക്ക് കിട്ടിയത്. ഈശോയുമായിട്ട് അടുപ്പം തോന്നിയത് ആ പ്രേക്ഷിതവേല ചെയ്യുന്ന സമയത്തായിരുന്നു. പ്രേക്ഷിതവേല ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൂടുതലായിട്ടും ഈശോയ്ക്ക് വേണ്ടി അനേകം ആത്മാക്കളെ നേടണം എന്നുള്ളൊരു ദാഹം ഉള്ളിലേക്ക് കടന്നു വന്നത്. ഞാൻ ഇതിനു മുന്നേ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഫ്രണ്ട്സായിട്ട് കറങ്ങി നടന്ന് ഫ്രണ്ട്സായിട്ട് സന്തോഷം പങ്കുവെക്കുന്ന സമയങ്ങളായിരുന്നു. പക്ഷേ ആ ഒരു ഹാപ്പിനെസ്സൊക്കെ കുറച്ച് നേരത്തേക്കുള്ളതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഈശോയോട് കൂടെ എത്രമാത്രം ഈശോയോട് കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റിയോ, ഈശോയോട് കൂടെ ആയിരിക്കുന്നതാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ സ്നേഹം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം പലപ്പോഴും തളർന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈശോയുടെ കരം കൊണ്ട് ഈശോ എപ്പോഴും എന്നെ താങ്ങി നിർത്തിയേക്കണ ഒരനുഭവം എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ശുശ്രൂഷയിൽ ഇങ്ങനെ നിൽക്കാൻ കൂടുതലും സഹായിച്ചത് എബായിഡിൻ്റെ ഫോളോ അപ്പ് നൈറ്റ് വിജിലും ഓമിഷനിലൂടെയൊക്കെയാണ്. കൂടുതലായിട്ട് ഈ ശുശ്രൂഷയിൽ ഇങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് ശുശ്രൂഷയിലുടനീളം പോയിക്കൊണ്ടിരിക്കുന്നത്.